അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലും കയറി. ഓൾറെഡി എപ്പിഡ്യൂറൽ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ട്യൂബിലൂടെ തന്നെ ആട്ടോ അനസ്തേഷ്യ തന്നത്. തിയേറ്ററിൽ കയറി കഴിഞ്ഞ് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ ചെന്നപാടെ ഡോക്ടറിനോട് ചോദിച്ചതെന്ന് വെച്ചാൽ എന്നെ ഉറക്കൂല്ലേന്നായിരുന്നേ. ഡോക്ടർ എന്നോട് പറഞ്ഞത് അങ്ങനെ ഉറക്കമൊന്നുമില്ല, നമുക്ക് കുഞ്ഞിനെ കണ്ടിട്ട് ഉറങ്ങിയാൽ പോരെ, ജസ്റ്റ് അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് മാത്രമേ തോന്നുള്ളൂ, അല്ലാണ്ട് വേദനയൊന്നും എടുക്കില്ല എന്നാട്ടോ. ശരിക്കും വേദനയൊന്നും അറിഞ്ഞില്ലെങ്കിലും ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ അറിഞ്ഞുകൊണ്ട് കിടക്കാന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായില്ല. ഞാൻ ശരിക്കും അലറി വിളിച്ചു, എനിക്ക് അറിയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ വേറെ ഏതോ ലോകത്തോട്ട് പോയിട്ടുണ്ടായേ. എനിക്ക് എന്താണ് സംഭവിക്കണേന്ന് മനസ്സിലാവാണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ടൈമിൽ ആരോ എന്നെ വിളിച്ചിട്ട് കണ്ണു തുറന്നേ, കുഞ്ഞിനെ കാണണ്ടേന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കണ്ണു തുറന്ന് നോക്കി, ശരിക്കും കുഞ്ഞിനെ ഞാൻ കണ്ടു. പക്ഷെ ആ ഒരു ടൈമിൽ എനിക്കൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ വേഗം തന്നെ കണ്ണടച്ച് ഉറങ്ങായിരുന്നേ. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആരോ എൻ്റെ തലയിൽ ഇങ്ങനെ തടവണുണ്ട്. ഞാൻ പതിയെ നോക്കിയപ്പോൾ ഉമ്മച്ചിയായിരുന്നേ. അങ്ങനെ ഉമ്മച്ചിയുടെ എന്തൊക്കെയോ കുറച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് അഫി വന്നിട്ടുണ്ടായി. അഫിയോടും ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് എങ്ങാണ്ട് സംസാരിച്ചു. പിന്നെ അവരൊക്കെ പോയി. പിന്നെ കുറേ നേരം ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നേ. എനിക്ക് ഈ അനുഭവിച്ച വേദനകളെയൊക്കെ കാളും ഇപ്പോഴാലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടി തോന്നുന്നത് അവിടെ ഞാൻ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്ത ആ 3-4 മണിക്കൂറുകളാണ്. എൻ്റെ കുഞ്ഞിനെ പോലും ഒന്നും കാണാതെ, പരിചയമുള്ള ആരും അടുത്തില്ലാണ്ട്, സമയം പോകുന്ന അറിയാനുള്ളൊരു ക്ലോക്ക് പോലും ഇല്ലാണ്ട് ഞാൻ അങ്ങനെ അവിടെ കിടന്നു.